ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം നടന്ന കാര്യങ്ങളൊക്കെ വേദനയോട് പറയുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പം നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതിനുള്ള ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കടമ എന്നുള്ള രീതിയിലാണോ നിങ്ങൾ ഈ ശ്രീനിവാസൻ്റെ കൂടെ കൂടിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ചിരിക്കുകയാണ്. എന്താ നിങ്ങൾ ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ, എൻ്റെ ജീവൻ എനിക്ക് എത്ര വിലയുണ്ടായിരുന്നെങ്കിൽ ഞാനത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ശ്രീനിവാസൻ്റെ കൂടെ കൂടിയിട്ട് ഈ കൊള്ളരുതായ്മകളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്നെ ശ്രീനിവാസ സാറ് വലിച്ചു കയറ്റിയതൊന്നുമല്ല, ഞാനായിട്ടെടുത്ത തീരുമാനമാണ് ഈ ഒരു രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. അയാൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കൊക്കെ കാവലാളായി നിങ്ങളെ അയാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് അയാൾക്കൊരു ഉദ്ദേശം ഉണ്ടാവും. നിങ്ങളത് മനസ്സിലാക്കാണ്ടാണെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാനങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് പോയിട്ടുള്ളതാണ്, എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയതല്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതിന് ക്രൂരത മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ചടങ്ങിൽ വെച്ചിട്ടല്ലേ നിങ്ങൾ ആ ചതി ചെയ്തത്. സ്വന്തം മകൻ ഒരിക്കലും ഒരു അച്ഛനോട് ചെയ്യാൻ പറ്റാത്ത ചതിയല്ലേ നിങ്ങൾ ആ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമിനെ ദേഷ്യം പിടിപ്പിക്കാൻ കേട്ടോ. കാരണം വിക്രമിൻ്റെ മനസ്സിലുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വേദം അങ്ങനെ പറയുന്നത്. അപ്പോൾ വിക്രം പറയും, നിർത്തടി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താ എൻ്റെ നിങ്ങൾക്ക് മറുപടി ഇല്ലയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാനല്ല അത് ചെയ്തത് എന്ന് പറയും. പിന്നെ ആരാണ്? നിങ്ങൾ അത്രയെങ്കിലും പറഞ്ഞല്ലോ നിങ്ങളല്ലാന്ന്. അത് ചെയ്തത് ആരാണെന്ന് ഇത്രയും നാളും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അത് പറഞ്ഞുകൊണ്ട് ഉപകാരമില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് നന്ദിനിയും പുറത്തിങ്ങനെ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നത്, പഴയ വിക്രം മരിച്ചുപോയി, ആ വിക്രവും ഈ വിക്രവും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല, പിന്നെ പഴയ കാര്യങ്ങൾ അതും അവസാനിച്ചതാണ് എന്ന് പറയും. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്തെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരാളുണ്ടാവുമല്ലോ എന്ന് പറയാൻ കേട്ടോ. ആളുണ്ടാവും, ഉണ്ട്. അത് പക്ഷേ എനിക്കത് ഈ സമയത്ത് പറയേണ്ട കാര്യമില്ല. എന്തായാലും നിനക്ക് പറയാനുള്ള കാര്യങ്ങളും ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഒന്ന് പോയേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, അതെ ഒന്ന് ഒരിത്തിരി നേരെങ്കിലും ഞാൻ മനസ്സമാധാനമായിട്ട് ഒറ്റയ്ക്കൊന്ന് ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ വേദ അവിടെ നിന്ന് പോകാനായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് കേട്ടോ നന്ദിനി ഓടുന്നത് കാണുന്നത്. നന്ദിനി ഓടിയിട്ട് അരമതിൽമേക്ക് ചാടി കയറാണ്. അങ്ങനെ ചാടി കയറുമ്പോഴേക്കും വേദ അയ്യോ നന്ദിനി അടുത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും നന്ദിനി കാല് ഇങ്ങനെ മടങ്ങിങ്ങാണ്ട് താഴത്തോട്ട് ഇടിയപ്പൊളിയെ വീഴാണ് കേട്ടോ. അപ്പോൾ വേദയും വിക്രം ഇത് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ആകെ നാണം കെട്ട പോലെയാവും. വേദ വിക്രമിനൊന്നും നോക്കുമ്പോൾ വിക്രം ഒന്നും വേണ്ടാതെ നിൽക്കുന്നുണ്ട്. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുകയാണ് കേട്ടോ. കിടന്നിടത്തുനിന്ന് പതുക്കെ എഴുന്നേറ്റ് നിന്നിട്ട് അവർ നോക്കിങ്ങാണ്ട് നേരെ പോകും. പിന്നെ കാണിക്കുന്നത് വിനായകൻ്റെ അടുത്ത് ചെന്നിട്ട് നന്ദിനി കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ വിനായകൻ ചോദിക്കണം, നീ കറക്റ്റായിട്ട് കേട്ടോ അവർ പറഞ്ഞത്? ആ കേൾക്കാനല്ലേ ചെന്ന് നിന്നത്, പക്ഷെ ഒടുക്കത്ത് വിളിച്ചു, എൻ്റെ പൊന്നേ എന്തൊരു വേദനയാണ്. അതവിടെ വെക്കട്ടെ, നീ കാര്യം പറയും, അവൻ എന്താ സംസാരിച്ചത്? എന്നിട്ട് അവൻ ആ പണ്ടത്തെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. വിനായകൻ എന്നോട് പറഞ്ഞിട്ടില്ലേ അച്ഛൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ദിവസം അവൻ ബാഗിൽ മയക്കുമരുന്ന് വെച്ചെന്ന്? അത് തന്നെയാണ് പറഞ്ഞത്. അത് അവനില്ലാന്നാണ് അവൻ പറഞ്ഞത് എന്ന് വേദനയോട്. അവനില്ലാന്നോ? ആരാണെന്ന് വലുത് അവൻ അറിയാമെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും പറയുന്നത് കേട്ടില്ല. പക്ഷെ അവനല്ലാന്ന് പറയുന്നത് കേട്ട്. അതെല്ലാ കള്ളന്മാരും അങ്ങനെയല്ലേ, ഞാൻ ചെയ്തിട്ടില്ല എന്നല്ലേ പറയുള്ളൂ. നിങ്ങൾ ഈ കാലൊന്നും ഒഴിഞ്ഞു തന്നെന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ ഒഴിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് വീണ്ടും വിനായകൻ ചോദിക്കുന്നത്, അല്ല അതാരാണെന്ന് എന്തെങ്കിലും ഒരു ഊഹം പോലെ അവൻ പറയുന്നത് കേട്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. നിങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും. എനിക്കെന്ത് പങ്ക്? എനിക്കൊരു പങ്കുമില്ല, അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയട്ടോ. അപ്പോഴേക്ക് ശ്രീകാന്ത് വിനായകൻ്റെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയണത് മാത്രം ചെയ്താൽ മതി എന്ന് പറയട്ടെ. എന്തോ കാര്യം പറയുന്നുണ്ട്, അത് കേൾക്കുന്നില്ല. അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട്, അത് വേണോ സാറേന്ന് ചോദിക്കുമ്പോൾ വേണം, പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി ചോദിക്കുന്നത്, എന്താ അല്ല ശ്രീകാന്തേട്ടൻ സാറാണ് വിളിച്ചത്, എന്താ കാര്യം? അത് പിന്നെ അപ്പം പറയേ എന്ന് പറയട്ടോ. അതെ ഒരു ചിട്ടിയുടെ കാര്യം പറയാം. ചിട്ടിയോ? അതെ ഇങ്ങനെ തവണകളായിട്ട് അടച്ചാൽ മതി, മാസം 15 ലക്ഷത്തിൻ്റെ ഒരു ഫ്ലാറ്റ് കിട്ടും. നമുക്ക് വിശ്വേട്ടനെ കൊണ്ട് ചേർത്തിച്ചാലോ എന്ന് പറയട്ടോ. അതെന്താ, എന്തിനാ വിശ്വേട്ടനെ കൊണ്ട്, നമുക്ക് ചേർന്നാൽ പോരെ? ഇത് ശ്രീകാന്ത് സാർ പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും വിശ്വേട്ടനെ നമുക്ക് പിടിക്കാമെന്ന് പറയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിശ്വൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കുടിക്കുകയാണ് ശ്രീജയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ എന്തോ ഒരു വെപ്രാളം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താ വിശ്വേട്ടൻ നിങ്ങൾക്ക് പറ്റിയതെന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വൻ തന്നെ വേഗം ചെന്നിട്ട് വാതിലും ജനലൊക്കെ അടയ്ക്കാൻ കേട്ടോ. ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് എനിക്ക് എന്ന് പറയും. എന്താ കാര്യം പറയും? അതെ ഞാനൊരു സേട്ടിൻ്റെ കമ്പനിയിലാണ് ജോലിക്ക് പോകുന്നതെന്ന് എനിക്കറിയാലോ, അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? അതെ, പക്ഷേ ഈ സേട്ടല്ല അതിൻ്റെ മുതലാളി, വേറൊരാളാണ്. അതിനെന്താ? അതിനെന്താണെന്നല്ല, അതാരാണെന്ന് നിനക്കറിയണ്ടേ? അതാരാ? ശ്രീകാന്ത് സാറാണ്, വേദരാങ്ങള എന്ന് പറയുമ്പോഴേക്കും
ശ്രീജ അങ്ങനെ ഇട്ടാണ് കേട്ടോ. എന്ത് ശ്രീകാന്ത് സാറോ എന്ന് പറയാൻ കേട്ടോ. അതെ. അയ്യോ ഇത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ ജോലിക്ക് പോകാൻ വിടില്ല എന്ന് പറയട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലും ജോലി നോക്കാൻ വിഷയട്ടാ, ഇത് വേണ്ട എന്ന് പറയണ്ട. അത് അങ്ങനെ പെട്ടെന്നൊന്നും ജോലി കിട്ടൂല, ഇത്ര നാളായിട്ട് കിട്ടിയോ, പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും ഒരു നമുക്ക് എന്തായാലും അച്ഛനോടൊന്ന് തുറന്ന് പറയണ്ട. അയ്യോ പറയണോ ചോദിക്കട്ടോ. വേണ്ട പറയണ്ട, തൽക്കാലം ഇപ്പോൾ ആരോടും പറയണ്ടെന്ന് പറയട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ ശ്രീജ വിശ്വനാണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. കമലാമ്മ ഇങ്ങനെ വന്ന് ഒരു ഭക്ഷണം കഴിക്കണമൊക്കെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു പേപ്പറും പേനൊക്കെ ആയിട്ട് വിനായകൻ വരുന്നത്. ഗുഡ് മോർണിംഗ് വിശേട്ടാന്ന് പറയുമ്പോൾ, ആഹാ നീ എന്താടാ എന്നോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത്? അപ്പോൾ ശ്രീജ പറയും, ആഹാ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ കമലാമ്മനോട് ശ്രീജ നന്ദിനി പറയും, അല്ല അത് വെറുതെ ഒരു ഇതിന് പറഞ്ഞതാണെന്ന് പറയട്ടോ. നല്ല ശീലങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം നല്ലതാ എന്ന് കമലാമ്മയും പറയും കേട്ടോ. അപ്പോൾ വിനായകൻ പറയും, അല്ല ഞാനൊരു കാര്യം പറയാൻ വരുന്നതിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഓ അങ്ങനെ എന്ന് പറയും കേട്ടോ കമലാമ്മ. അതിനുശേഷം വിനായകൻ വന്ന് വിശ്വൻ്റെ അടുത്ത് ഇരിക്കാനിട്ടോ. ഞാനൊരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോഴേക്കും വിശ്വൻ്റെ തെരുപ്പിൽ വെള്ളം പോകട്ടോ. സ്ഥലക്കച്ചവടമോ ഞാനോ എന്ന് പറയും. അതല്ല, ഇതൊരു ചിട്ടിയാണ്, 15 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ്. ഒരു ഫ്ലാറ്റ് കിട്ടുന്ന സംഭവമാണ് 6 വർഷത്തിന് ശേഷം. 15 ലക്ഷമൊക്കെ എൻ്റെ കയ്യിൽ എവിടുന്ന? അതങ്ങനെ ഒരുമിച്ച് കൊടുക്കാനല്ല, ചിട്ടിയായിട്ട് അടച്ചാൽ മതി. 10,000 രൂപ മാസമായിട്ട് അടയ്ക്കാം. 7,500 റുപ്യൊക്കെ വരുള്ളൂ ലേലത്തിൻ്റെ കിഴിവൊക്കെ കഴിച്ചിട്ട്. 6 വർഷം നമ്മൾ അടയ്ക്കാം. 6 വർഷം കഴിഞ്ഞ് നമുക്ക് ഫ്ലാറ്റ് കിട്ടും. ബാക്കിയുള്ള പൈസ നമ്മളപ്പോൾ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കുറി എങ്ങാനും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ബാങ്കിൽ തന്നെ ഇടുകയും ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ ഫ്ലാറ്റ് കിട്ടിയില്ലെങ്കിലും ആ പൈസ നമുക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. ഈ സമയത്ത് വേദ അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. എന്താ ശ്രീജടുത്തി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഓ ഇനിയിപ്പോൾ ഇവളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ടേ ഉപ്പിടുള്ളൂ എന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്കൊന്നും ആദ്യം മനസ്സിലാവുന്നില്ല കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ കാര്യങ്ങളും വേദയ്ക്ക് മനസ്സിലാവാണേ. അപ്പോൾ കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും ഇത് നല്ല കാര്യമായിട്ട് തോന്നുകയാണേ. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, ആദ്യത്തെ ഗഡുവിൻ്റെ കാര്യം ആലോചിക്കേണ്ട, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ശമ്പളം കിട്ടിയിട്ട് തന്നാൽ മതി എന്നൊക്കെ പറയും. ഒപ്പിടാൻ നേരത്ത് വിശ്വന് അങ്ങനെ ഒപ്പിടാൻ മനസ്സ് വരുന്നില്ല കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നത്, എന്താ വിശ്വേട്ടാ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എന്താ വേദ അങ്ങനെ ഒരു വർത്താനം, ഞങ്ങൾ വിശ്വേട്ടന് കൊടുക്കാൻ പോകുന്നത് പോലെയാണല്ലോ നിന്റെ സംസാരം എന്ന് പറയുകയാണേ. അപ്പോൾ വിനായകൻ പറയും, ഓ അങ്ങനെയൊന്നും വേദ ഉദ്ദേശിക്കില്ല അല്ലേ വേദ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അങ്ങനെ വിശ്വേട്ടന് ഒപ്പിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്തും വിശ്വന് ഒരു മടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കമലാമ്മയും ഒപ്പിട്ട് കൊടുത്തോളാൻ പറയും. ശ്രീജിക്കും വലിയ താല്പര്യമൊക്കെ ആവും കേട്ടോ. അങ്ങനെ അയാൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വേദ അമ്പലത്തിൽ പോയതിൻ്റെ ചന്ദനം ശ്രീജയുടെ കൈ കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ തൊട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് വിശ്വന്, ഞാൻ ഇന്ന് തുടങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ശ്രീജ, ആഹാ ഇനിയിപ്പോൾ കുറിക്കമ്പനിക്കാർ തട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല, കേസ് വാദിക്കാൻ വേദയുണ്ടല്ലോ എന്ന് പറയട്ടോ. നന്ദിനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ, മുഖം തിരിച്ചു കളയുന്നുണ്ട്. അതിനുശേഷം കമലാമ്മയ്ക്ക് ചന്ദനം കൊണ്ട് കൊടുക്കുമ്പോൾ കമലാമ്മ അതിൽ നിന്ന് എടുത്ത് തൊടും കേട്ടോ. അപ്പോൾ നന്ദിനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നന്ദിനി എടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ നന്ദിനി പറയും, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്കൊന്നും വേണ്ടാന്ന് പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഓഫീസിലിരുന്നിട്ട് വിശ്വൻ ജോലി ചെയ്യുന്ന സമയത്ത് മാനേജർ വിളിപ്പിക്കുകയാണ്. മാനേജറാണെന്നുണ്ടെങ്കിൽ ഒരു ബാഗിൽ ഒരു 10 ലക്ഷം രൂപ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് വിശ്വനോട് അത് കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇടാൻ പറയാണ്. അപ്പോൾ വിശ്വൻ പറയുന്നുണ്ട്, വണ്ടി വന്നിട്ട് പോയാൽ പോരെ സാറെന്ന് പറയുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, വണ്ടി വരുന്നേ, എന്തിനു വണ്ടി വരുന്നത്, നീ വല്ല ഓട്ടോ വിളിച്ച് പോയാൽ പോരെ വിശ്വം എന്ന് പറയാം കേട്ടോ. അല്ല സാറേ, ഞാനിതുവരെ ഒറ്റയ്ക്ക് പൈസ ഒന്നും കൊണ്ടുപോയിട്ടില്ല, അതിനെന്താ ഇതൊരു 10 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, വണ്ടി വരാനൊന്നും കാത്തു നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ അല്ല ഇതിൻ്റെ മാനേജർ ശ്രീകാന്ത് സാർ ആയതുകൊണ്ട് എന്ന് പറയാം കേട്ടോ. അതിനെന്താ ശ്രീകാന്ത് സാർ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതിൽ വലിയൊരു ഒരു ശതമാനം ആൾക്കാരിൽ ഒരാൾ മാത്രമാണ്. അല്ലാണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന മാനേജ്മെൻറ്റാണ്. തൻ്റെ ലോണിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്, താനിതെന്തായാലും കൊണ്ടുപോയി അടയ്ക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ വിശ്വം അതും കൊണ്ട് പോകും കേട്ടോ. ഇതേ സമയം ബാങ്കിൻ്റെ മുന്നിൽ വിശ്വത്തിനെ ചതിക്കാനും ആ ബാഗ് തട്ടിപ്പറിച്ച് പോകാനായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വിശ്വം ബാങ്കിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വയസ്സായ ആളുണ്ടാവും. അതും ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ആൾ തന്നെയാണ് കേട്ടോ. നെഞ്ചത്ത് വേദന പോലെ അഭിനയിക്കുകയാണ് വിശ്വൻ്റെ അടുത്ത് എത്തുമ്പോൾ. അപ്പോഴേക്കും അയാൾ വീഴുന്ന കാണുമ്പോഴേക്കും ബാഗ് അവിടെ വെച്ചിട്ട് വിശ്വൻ അയാളെ പിടിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.